രാവിലെ തന്നെ മഴ പെയ്യുന്ന ഉച്ചയായിട്ടാണ് എണീറ്റത്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോ എന്ന വീടിന്റെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങാന്നൊന്ന് വിചാരിച്ചു. കാരണം ഞാനും വല്ലപ്പോഴുമാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. രാവിലെ തന്നെ ഇരുണ്ട് മൂടി കിടക്കുക. ഇതാ മഴ കാരണം പൊഴിഞ്ഞു പോയ റോസാപ്പൂ. അല്ലെങ്കിൽ വീടിന്റെ ബാക്കിലാരടാ റോസാപ്പൂ കൊണ്ടുവച്ചേ? അതാ തലകുത്തിൽ നിന്ന് വളരുന്ന തക്കാളി ചെടികൾ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. ഇതുപോലെയുള്ള പല പല കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് എല്ലാം കാണാൻ ഒരു പ്രത്യേക രസം. ദാണ്ടെ അമ്മ ജൂൺ 5 എടുത്തോണ്ട് വന്ന് ഈദോ ചെടിയുടെ തൈകൾ. ഇതിന് അടുത്ത വർഷം ഇതുപോലെ ഇവിടെ ഇരിക്കും. അങ്ങനെ എത്ര തൈകൾ. അപ്പോഴാണ് ഞാൻ ഈ 3 കാ കണ്ടത്. നോക്കിയപ്പോ ആ ചെടി മൊത്തം കാഴ്ച കിടക്കുന്നത്. പക്ഷെ എന്താ സാധനം എനിക്ക് കൂടെ മനസ്സിലായില്ല. ഒരെണ്ണം ഞാൻ നല്ലപോലെ ഒന്ന് സൂക്ഷ്മമായി നോക്കിയത് ഇളകി ഇങ്ങ് കൈ വന്നു. പിന്നെ എന്നെ ചെയ്യാനാ, നേരത്തെ ഇരുന്ന കായുടെ കൂട്ടത്തെ അതോടെ കൊണ്ടുവച്ചു. അപ്പോഴാണ് ആരോ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കേട്ട് ഞാൻ അങ്ങോട്ട് ചെന്നത്. നോക്കിയപ്പോ ആരാ? ഇതിന്റെ എല്ലാം ഓണറായ എന്റെ സ്വന്തം ഡാഡി. പിന്നെ നമ്മുടെ വീട്ടിൽ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്റെ ചേച്ചി ഒരാളുടെ വാശിപ്പുറത്ത് മേടിച്ചതാണ്. എന്നാ ഇപ്പൊ അത് നോക്കുന്നതിന്റെ ഉത്തരവാദിത്വം എന്റെ അപ്പന്റേതും. ഇതിനെ ബ്ലാത്തിക്കാന്ന് തന്നെയല്ലേ എല്ലായിടത്തും പറയാ. പിന്നെ ഇങ്ങനെയൊക്കെ വളർത്തിയാലും മരമാവാതെ കുറ്റിച്ചെടികളായി മാത്രം അവശേഷിക്കുന്ന ഒരുപാട് കറിവേപ്പിലകൾ നമ്മുടെ വീടിന്റെ അങ്ങിങ്ങുമായിട്ടുണ്ട്. ഈ കണ്ടതിലും കൂടുതൽ കാണാനുണ്ട്. ഇതിന്റെ എല്ലാം പുറകിൽ ഏതാണ്ട് ഈ ഷർട്ട് ഇല്ലാതെ നിൽക്കുന്ന മനുഷ്യനാണ്. കാണുമ്പോ ജാടയൊക്കെ ആണെങ്കിലും ആള് പാവമാണ്. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. അപ്പൊ ശരി, ബൈ ബൈ.